പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുപ്രഭാതം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം. കർത്താവ്, യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിന് ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. രോഗങ്ങൾ, പീഡകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വൈവാഹിക തടസ്സങ്ങൾ, വൈവാഹിക കേസുകൾ എത്രയും വേഗം എല്ലാം തീർന്ന് നിങ്ങളുടെ ജീവിതം സമാധാനത്തിൻ്റെ തുറമുഖത്തേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഉത്കണ്ഠകൾ, നിങ്ങളെ തേടിയെത്തുന്ന എല്ലാവിധ വിഷമതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കന്മാരെ, ഭാര്യാഭർത്താക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്, ജോലി, വിവാഹം, വെള്ളം, വെളിച്ചം, വഴി ഇതൊന്നുമില്ലാതെ വേദനിച്ച് കഴിയുന്നവരെ, ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്തത് അക്കിടിലായപ്പോരുണ്ട്. റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്, വാഹനം എത്തുവരാത്ത സ്ഥലങ്ങളിൽ പെട്ടുപോരുണ്ട്. അത് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു. എന്തെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ, ഏതെല്ലാം മക്കൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നു, അതെല്ലാം ഈ പ്രഭാതത്തിൽ യേശു ഏറ്റെടുക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിൻ്റെ വഴികളിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുകയാണ്. 1 യോഹന്നാൻ 5:4. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ഞാൻ എപ്പോഴും നിങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു സാധനമാണിത്. വിശ്വാസം എന്തിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പാണ് വിശ്വാസം എന്നൊക്കെ നമ്മൾ ഹെബ്രായർ 11:1 വായിക്കത്തില്ലേ? അതല്ല ഇത്. ഇത്തിരി കൂടിയ വിഷയമാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് വിശ്വാസം. ലോകത്തിൻ്റെ മേലുള്ള വിജയം വെച്ചുകൊണ്ടാണ്. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്?
കർത്താവ് പറയത്തില്ല ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന്. യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകത്തിന് സാധിക്കില്ല. ബൈബിളില് ലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരർത്ഥം ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യൻസ് 5:19. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. നമ്മൾ 1 യോഹന്നാൻ 5:4 അല്ലേ തുടങ്ങിയത്? എന്താണ്? ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം തന്നെ. അപ്പം പ്രവൃത്തികൾ തന്നെയാണ് എന്താണ്? ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ആണ് ഈ ലോകം എന്ന് പറയുന്ന ഒരർത്ഥം. അതെന്തൊക്കെയാണ്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറയണത്. ആദിമസഭയിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്. അവർ ന്യായസ്ഥാനത്തിന് മുമ്പ് അതൊക്കെ ഉപേക്ഷിച്ചതാണ്. ആഭിചാരം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അഹങ്കാരം, മത്സരം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും രോഗമാണ്. ഇതിൻ്റെ മേൽ വിജയം കൈവരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസിയാകണത്. നമ്മുടെ പുരുഷൻ്റെ വഴികളും അതുപോലെ തന്നെയുള്ള ഉപവിപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ നമുക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേണ്ടത്ര ഫലം പ്രകടിപ്പിക്കാതെ വരും. ഓരോ കാലം ചെല്ലും തോറും നമ്മൾ വിശ്വാസത്തിൽ വളരണം. എങ്ങനെയാണ്? വിശ്വസിച്ച് ഓരോ കാര്യം സാധിച്ചെടുക്കുകയല്ല ചെയ്യണത്, മറിച്ച് നമ്മളിലുള്ള അധമ വാസനകളെ ലോകത്തെ ജയിക്കണം. കർത്താവ് ജയിച്ചു. ഈശോ പറഞ്ഞില്ലേ, ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ല സ്നേഹിത അവൻ കൊല്ലാൻ വേണ്ടി മുത്തിയപ്പോഴാണ് യുവദാസനെ വിളിക്കുന്നത് എന്താണ്? ദുഷ്ട എന്നല്ലേ വിളിക്കണത്, സ്നേഹിത. ലോകത്തെ ജയിച്ച കണ്ടില്ലേ? നീ ഒരു ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ചൂണ്ടി ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറയും. കുരിശിൽ കിടക്കുമ്പോൾ ലോകത്തെ ജയിക്കണേ കാണാം. എങ്ങനെയാണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് വൈരാഗ്യവും വിദ്വേഷത്തെയാണ് ഈശോ ജയിക്കണത് ക്ഷമ കൊണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സാധർമ്മ്യത്തിലാണത് പറയണത്. നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകും. ക്രിസ്തുവിന് ഞെരുക്കങ്ങളുണ്ടായി. ആ ഞെരുക്കങ്ങളിൽ എളിയിൽ തന്നെയാണ് നിന്നുകൊണ്ടാണ് യുവദാസിനെ ശപിക്കണതിന് പകരം ഈശോ അനുഗ്രഹിച്ചത്. ലോകത്തെ ജയിച്ചതാണ്. ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്തു യുവദാസിൻ്റെ മേൽ വിജയം കൈവരിക്കുന്നത് അങ്ങനെയാണ്. അവൻ ഉയർത്തിയ ലോകത്തിൻ്റെ മേൽ കർത്താവ് സുവിശേഷ വിജയം കൈവരിക്കും. സ്വന്തം പുനരുത്ഥാനത്തിന് താൻ തന്നെ സാക്ഷിയാകണം. ഒരു വലിയൊരു സംഭവമാണത്. ഇത് നമുക്ക് വിശ്വാസത്തിന് വെല്ലുവിളിയാണ് ജീശോയുടെ ജീവിതം. മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സോന. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനും എന്നെ ഇവിടെ എത്തിച്ചതിനും അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ 2024 18-ാം തീയതിയാണ്. അത് കഴിഞ്ഞായിരുന്നു ഞാൻ വിവാഹം കഴിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയത്. ഞാൻ അതിനു മുൻപേ ഇവിടെ ബാംഗ്ലൂർ ഒരു 3 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. അപ്പം പോകുമ്പോഴും എല്ലാവരും പറയുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും പറഞ്ഞു 1 മാസത്തിനുള്ളിൽ ജോലി കിട്ടും. ആ പ്രതീക്ഷയിൽ നമ്മൾ പോയത്. പക്ഷേ 1 വർഷത്തിന് മേലെ എടുത്തു എനിക്ക് ആ ജോലിയിൽ എത്തിച്ചേരാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടം പോലെ ആൾക്കാർ ജോലിക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെ പോയാലും എനിക്ക് അവിടെ ഒരു ജോലി കിട്ടാനായിട്ട് ഒരു സാധ്യതയുമില്ല. പക്ഷേ
അന്ന് ആദ്യം തന്നെ ഞാൻ കൃപാസനത്തെ പറ്റി പറയട്ടെ. അത് ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. അമ്മ അറിയുന്നത് അമ്മയുടെ അപ്പൻ വഴിയാണ്. അന്ന് കോവിഡിനൊക്കെ മുമ്പേ ഉള്ള സമയത്ത് കുറേ പേരൊക്കെ അറിഞ്ഞു വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആദ്യം ഉടമ്പടി എടുത്തിരുന്നു ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ആവശ്യത്തിന്. ആ ആവശ്യം അദ്ദേഹം പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ആവശ്യം സാധിച്ചു. അതിനുശേഷം പ്രാർത്ഥന ബുക്ക് എൻ്റെ അമ്മയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ അത് പ്രാർത്ഥിക്കുന്നതും അതിനെപ്പറ്റി ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബിടെക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവായിരുന്നു. അതിനുശേഷം ഞാൻ ബിടെക് കഴിഞ്ഞ് പ്ലേസ്മെൻ്റായി. അന്ന് അതിൽ ജോലിക്ക് കയറി. അതൊക്കെ ഒരു സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഫ്ലോയിൽ അങ്ങ് പോയി. പക്ഷെ കല്യാണത്തിൻ്റെ ശേഷം വന്ന ഒരു പ്രതിസന്ധി, ഈ ജോലിയില്ലാതെ 1 വർഷത്തിന് മേലെ, അത് ആദ്യമൊന്നും ഇൻ്റർവ്യൂവുകൾ പോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ പേരുടെ അടുത്ത്, അവിടെയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, റെഫറലുകൾ വേണം. ആ റെഫറലുകൾ ഉണ്ടായിട്ടും കുറേ പേർക്ക് റെസ്യൂമെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ജോലിക്ക് ഒരു ഇൻ്റർവ്യൂ കോള് പോലും ഇഷ്ടം പോലെ വെച്ചിട്ടും ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിൽ ഞാൻ അവിടെ എത്തി. ഒരു 2nd വീക്ക്, ഒരു ജൂൺ ജൂലൈ ആയപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പോഴും ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് പോയെങ്കിലും പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസം ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ, അമ്മ മാതാവിൻ്റെ മാത്രം കഴിവ് എന്നുള്ള എക്സ്റ്റെൻറ്റ് വരെ അന്നേരം എനിക്കുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല. ഞാൻ അന്നും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്കിത് കിട്ടിയില്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇൻ്റർവ്യൂവിന് എടുത്തത്. ബിക്കോസ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എനിക്കത് കിട്ടും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എന്നോട് സംസാരിച്ചു. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ചയോളം പോയി. എന്നെ അദ്ദേഹം വിളിച്ചില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലായി അതെനിക്ക് കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു അഹങ്കാരം ചിന്ത. എന്താ വെച്ചാൽ ഞാൻ അമ്മ മാതാവ് തന്നെ തന്നു എന്ന് ഞാൻ വിശ്വസിച്ചില്ല. ബിക്കോസ് അമ്മയൊക്കെ എന്നോട് എപ്പോഴും പറയും നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആ ഒരു സാധനത്തിൽ ഉറച്ച് വിശ്വസിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് അന്ന് എനിക്ക് ആ ഇൻ്റർവ്യൂ തെന്നിപ്പോയതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് തിരിച്ചറിവ് വരാത്താൻ വേണ്ടി പിന്നീട് ഒരു 6 മാസത്തിനും 7 മാസം എടുത്തു. ഞാൻ അപ്പോൾ ഒരു ഡിസംബർ ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാർച്ച് 17 മുൻപായിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡും ജോലി മാറാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കണം. നാട്ടിൽ ഞാൻ അപ്പോഴത്തേക്കും പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുൻപേ എങ്കിലും എനിക്കൊരു ജോലി കിട്ടണം. അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയണം. അമ്മ തന്നതാണെന്ന് എനിക്ക് ഉറച്ച് വിശ്വസിക്കാൻ എനിക്കൊരു സാക്ഷ്യം ഉണ്ടാകണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണം എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പേപ്പറിലൊക്കെ ആക്ച്വലി എഴുതിയിട്ടുണ്ടായിരുന്നു നോട്ട് മൈ മെറിറ്റ് ബട്ട് മൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത്. ഞാൻ പിന്നീട് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം, അമ്മ മാതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ഈ പത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചൊന്നും കൊടുത്തിരുന്നില്ല ആദ്യത്തെ ഒരു നാളിൽ. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു, നീ അങ്ങനെ പത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അമ്മ പക്ഷേ അമ്മയുടെ ഉടമ്പടി പ്രകാരമുള്ള ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നു. ഇവിടെ പത്രം വാങ്ങിച്ച് എല്ലാ മാസവും വന്ന് പത്രം 3 കെട്ട് വാങ്ങിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാനും മാറണം, ഞാനും കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നാലേ സാധിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് വന്നപ്പം ഞാൻ ഇവിടെ നിന്ന് കൊറിയറായിട്ട് പത്രം ഒരു അടുപ്പിച്ചൊരു ഒക്ടോബർ തൊട്ട് ഞാൻ 4 പ്രാവശ്യം അടുപ്പിച്ച് കെട്ടുകൾ വാങ്ങി ഒരു 3 കെട്ട് പത്രം ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിച്ച് അങ്ങനെ ഞാൻ അവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിൽ ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പം അത് കൊടുക്കാൻ വേണ്ടി അതവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി എനിക്ക് കിട്ടും. എനിക്കൊരു ഭയങ്കര വിശ്വാസമായിരുന്നു, ഇനി കിട്ടും. ഒന്നുമില്ലെങ്കിലും ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അത് സ്റ്റുഡൻസായിട്ട് പോകുന്ന പിള്ളേർ എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരൊരു എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എത്തുന്നത്. അപ്പം കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എളുപ്പമായിരിക്കും എന്നുള്ളൊരു ചിന്ത പൊതുവേ എല്ലാവരും ഇനിയിപ്പം അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും എന്നുള്ളൊരു സാധനമായിരിക്കും ഒരു തലയിലുണ്ടാകുന്നത്. പക്ഷേ ഞാനും ശരിക്കും ആ ഒരു സ്റ്റേജിൽ കൂടെ കുറേ കടന്നുപോയി. ബിക്കോസ് ഞാനും കുറേ പാർട്ട് ടൈം ജോലികൾ ചെയ്തിരുന്നു. എല്ലാം ഒന്നും ഞാൻ ഇപ്പം ആ വീട്ടിൽ സങ്കടപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പല ജോലികൾ ചെയ്യാൻ പോയി. പക്ഷേ അങ്ങനെ അതൊക്കെ എനിക്ക് എന്നെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് നിർത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജോലി ചെയ്തു, ഇപ്പം അവിടെ ചെന്ന് ഒരു ഏർണിങ്സും ഇല്ലാതെ നിൽക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഞാനും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആ ജോലി ചെയ്യുമ്പോഴും അമ്മയെ എന്നെ സഹായിക്കണേ, എവിടെയെങ്കിലും എന്നെ എത്തിക്കണം, അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറയാനായിട്ട് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കണം എന്ന് ഉറച്ച് വിശ്വസിച്ച് ഈ പത്രം കൊടുത്ത് അവിടെ ഇംഗ്ലീഷുകാരുടെ അടുത്തൊക്കെ ചെന്ന് പുതിയ മാതാവിനെ പറ്റി സംസാരിച്ച്
പേരുടെ അടുത്ത് ചിലവർക്കൊന്നും ഫോൺ യൂസ് ചെയ്യാൻ അറിയാത്ത പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ്, ഞാൻ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കാം. അപ്പോൾ അവർ പറയും അവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ വെബ്സൈറ്റ് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ പ്രാർത്ഥന പത്രത്തിൻ്റെ ബാക്കിലുള്ളത് ഇതാണ്, രാവിലെ 5:30 AM ചെല്ലേണ്ട പ്രാർത്ഥനയാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഒരു ജനുവരി ലാസ്റ്റ് ആയപ്പോൾ, അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, എനിക്ക് ജൂൺ ഒരു പകുതിയായപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഇൻ്റർവ്യൂവിൽ കിട്ടാതെ പോയ ആ വിളിച്ച ആളുമായിട്ട്, ആ മാനേജറുമായിട്ട് ഞാൻ പിന്നീട് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ആളുടെ അടുത്ത് പറയായിരുന്നു എന്തെങ്കിലും വരുവാണെങ്കിൽ പറയണം എന്ന് പറയുമ്പോൾ പുള്ളി പറയും ഒന്നുമില്ല. ബിക്കോസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് അവിടെ കഷ്ടമാണ്. ജോലി കിട്ടാൻ ഒരുപാട് സ്ട്രഗിളുണ്ട്. എല്ലാവരും പല കൺട്രീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയും ഓസ്ട്രേലിയ നല്ലതാണ്, എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് സെറ്റാവുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ കുറേ ആൾക്കാരുണ്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്ന, പഠിത്തം കഴിഞ്ഞും വർഷങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഞാനപ്പോൾ അവരെ കണ്ട് ചിലപ്പോൾ സമാധാനിക്കാറുണ്ടാവും. ഞാനും എന്നെക്കാട്ടിലും പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ പത്രം കൊടുത്തു. അതിനുശേഷം എനിക്ക് അദ്ദേഹം വിളിച്ച് ജനുവരി 21 തോന്നുന്നു അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചു. ആ സെയിം പൊസിഷൻ 2025 ജൂണിൽ വിളിച്ച് എന്നോട് ഇൻ്റർവ്യൂ നടത്തി. പക്ഷേ പിന്നീട് പറ്റില്ല എന്ന് പറഞ്ഞ ആ സെയിം പൊസിഷൻ ജാനുവരി 2026 അവസാനമായപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അത് സെയിം വന്നിട്ടുണ്ട്, എനിക്ക് റെഡി ആണെങ്കിൽ ഇൻ്റർവ്യൂവിന് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യുക, നമുക്കത് നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അദ്ദേഹമായിരുന്നു ഏറ്റവും സീനിയർ. അപ്പോൾ പുള്ളി അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് നോക്കാം. എപ്പോഴും കഴിഞ്ഞ ജൂണിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് കിട്ടാതെ പോയ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുകൊണ്ട് എനിക്ക് പ്രതീക്ഷ ഇല്ല എങ്കിൽ എന്നുള്ളതല്ല, എനിക്ക് ഈ പ്രാവശ്യം ഇത് കിട്ടും എന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, കിട്ടില്ലായിരിക്കാം, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു. ഈ പ്രാവശ്യം പക്ഷേ ഇതെന്തെങ്കിലും ഒന്ന് നടക്കും എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. ബിക്കോസ് ഞാൻ അതുപോലെ വിശ്വസിച്ചാണ് പത്രം കൊടുക്കുകയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും എല്ലാം ഞാൻ അതീവമായിട്ട് കൃപാസന അമ്മയിൽ ആശ്രയിച്ചു. ഇത് എനിക്ക് ഈ പ്രാവശ്യം ലഭിക്കും എന്നുള്ള ഒരു തോന്നലിലൂടെ ഞാൻ മുൻപോട്ട് പോയി. അങ്ങനെ ആ ജോലി എനിക്ക് ആക്ച്വലി കിട്ടി. ഞാൻ ഇപ്പോൾ 1 മാസമായി അവിടെ കയറി. അവിടുത്തെ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്ത് വരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു അവധി 2 ആഴ്ചത്തേക്ക് അദ്ദേഹം എനിക്ക് അനുവദിച്ചു തന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ എത്തിയത്. അതോടൊപ്പം എൻ്റെ രണ്ട് കാര്യങ്ങളൂടെ പറയട്ടെ. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഇവിടെ എനിക്ക് പാസ്സായി. ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്ന ഒരാളായിരുന്നില്ല. എന്നെ അങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങും, പക്ഷേ എപ്പോഴും അത് തെന്നി മാറിപ്പോവും. ഞാൻ തന്നെയായിട്ട് ഓടിച്ച് ഒരു കൈ തെളിഞ്ഞ് വരുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. എപ്പോഴും എന്തെങ്കിലും തടസ്സങ്ങളായിരിക്കും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാറില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ കാശ് രൂപ ഉപയോഗിച്ച് കയ്യിൽ പിടിച്ച് ഞാൻ വണ്ടി ഓടിച്ച് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതമാണ്. നമ്മളെ ആരും ഇല്ലാത്തവർക്ക് തുണയെന്ന് പറയുന്ന പോലെ മാതാവ് എൻ്റെ കൂടെ അപ്പം നിന്നു. ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ല, ഓടിച്ചേ പറ്റൂ. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഞാൻ ലൈസൻസ് ടെസ്റ്റിന് പോയപ്പോൾ അവിടെ ഉപ്പൊക്കെ വെതറി, ഞാനിരുന്ന സീറ്റിലൊക്കെ വെതറിയിട്ട് ഞാനിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ ഓടിച്ചു തുടങ്ങി. ഞാനിപ്പോൾ അവിടെ എനിക്ക് സ്വന്തമായിട്ടൊരു ചെറിയ വണ്ടിയുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾക്കും പിന്നെ ആദ്യം പാർട്ട് ടൈം ചെയ്തപ്പോഴും ഒക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ പോയി. ഞാൻ ഇപ്പം എനിക്ക് തന്നെ ഓടിക്കാനുള്ളൊരു ധൈര്യം അതെനിക്ക് അമ്മ മാതാവ് തന്നു. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുൻപേ തന്നെ എൻ്റെ PR-ഉം കാര്യങ്ങളൊക്കെ ശരിയായി. അതൊക്കെ ഒരുപാട് വലിയ അനുഗ്രഹമാണ്. പെട്ടെന്നൊന്നും ആർക്കും സാധിക്കുന്നതല്ല. അപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് ലഭിച്ച ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ അതിനുവേണ്ടി PT എക്സാം എഴുതാൻ പോയപ്പോഴും വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും അമ്മ മാതാവ് എന്നെ അതിന് സഹായിച്ചു. അന്നും ഈ പറഞ്ഞ പോലെ ഉപ്പ് എൻ്റെ കയ്യിൽ ടിഷ്യൂവിൽ പൊതിഞ്ഞ് ഞാൻ കൈ പിടിക്കും. കയറുന്ന വാതിക്ക് ഞാൻ ജസ്റ്റ് വെതറി പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. അന്നും ആ എക്സാമിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് നൽകി. എനിക്ക് സ്കോർ ഉണ്ടായിരുന്നു. അതിന് ശേഷം PR-ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വെച്ചപ്പോൾ എനിക്കും PR ഗ്രാൻഡായി. അപ്പം ഞാൻ കല്യാണത്തിന് മുൻപേ അവിടെ ചെല്ലുന്നതിന് മുൻപേ എനിക്ക് വിസ ഗ്രാൻഡായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് മാതാവിൻ്റെ അനുഭവം എന്ന് പറയാനുള്ളത്, ഞാൻ ഒരു പ്രാവശ്യം ഒരു പള്ളിയിൽ കോട്ടയത്തൊരു പള്ളിയിൽ നിന്നപ്പം ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പം അന്നേരം കല്യാണം ആലോചിക്കുന്ന സമയമാണ്.
ആലോചിക്കുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ പല ആലോചനകൾ വരുന്നു. ചിലർക്ക് അറിയാവുന്ന പോലെ തന്നെ മാട്രിമോണിയിൽ ആലോചനകൾ വന്ന് കുറേ പേര് വരുന്നു പോകുന്നു എന്നല്ലാണ്ട് ഒന്നും മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പള്ളിയിൽ എന്തോ ഒരു വിഷമിച്ച അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ അറിയത്തൊന്നുമില്ല, എനിക്കും അറിയില്ല, എന്നെ തോണ്ടിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോൾ എന്നെ ഇവിടെ നിൽക്കുന്നത്, എന്നാ ചെയ്യുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം ജോലി ചെയ്യുകയാണ്, ഞാൻ ജോലി ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞു. ഒരു മോക്ക് നല്ലൊരു വിശുദ്ധിയുള്ള ഒരു പയ്യനെ കിട്ടുമെന്ന് എന്നോട് ആൻറ്റി പറഞ്ഞു. അത് ആക്ച്വലി ആൻറ്റിയുടെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ആൻറ്റിയോട് പറഞ്ഞു, ചുമ്മാ നിൽക്കുവാണെങ്കിൽ അങ്ങോട്ട് വാ, അവിടെ കുറേ ആൾക്കാരുണ്ട്, പ്രെയർ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആൻറ്റി അങ്ങ് പോയി. അത് കഴിഞ്ഞാണ് ഞാനിപ്പം വിവാഹം കഴിച്ച വ്യക്തിയുടെ ആലോചനകളൊക്കെ വരുന്നതും. അന്ന് അതിനു മുൻപ് തൊട്ട് മുമ്പ് സ്വപ്നത്തിൽ എനിക്കൊരു നീലയല്ല പച്ച കളർ എനിക്ക് എൻ്റെ തോന്നി. അപ്പം പച്ച കളറ് അന്നേരം എനിക്കത്ര വിശ്വാസം വന്നില്ല. പക്ഷെ പിന്നീട് പിറ്റേ ദിവസം ആ വ്യക്തി എന്നെ കാണാൻ വന്നപ്പോൾ ഇട്ട ഷർട്ട് പച്ച കളറാണ്. പക്ഷെ അതൊക്കെ പിന്നീട് ഞാൻ റിലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ശരിക്കും ഒരു വിശുദ്ധിയുള്ള ഒരു നല്ല പയ്യനെ തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനകത്ത് കുറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുറേ എൻ്റെ അമ്മയാണെങ്കിലും എന്നെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അമ്മ മാതാവിലേക്ക് അടുക്കാനായിട്ട് ഒരു സാഹചര്യം എൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നതിന് ശേഷമാണ് അമ്മമാനെ കുറിച്ച് കൂടുതൽ അറിയാനും അങ്ങനെ ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിക്കാനും ഉണ്ടായത്. പിന്നെ പറയുകയാണെങ്കിൽ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയാൻ എനിക്ക് അവിടെ ഡയറക്റ്റായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പൈസ അയച്ച് വീട്ടിൽ കൊടുക്കാറുണ്ട്, ആർക്കെങ്കിലും കൊടുക്കാൻ മാസം കുറച്ച് പൈസ അയച്ച് കൊടുക്കാറുണ്ട്. അല്ലാതെ പിന്നെ പറഞ്ഞ പോലെ പ്രേക്ഷിത പ്രവർത്തനം പത്രങ്ങൾ വരുത്തി ഇപ്പം അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. പിന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എല്ലായ്പ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോഴും എനിക്ക് ടെൻഷനാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ എന്ന് ചോദിച്ചാൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ ആ ജോലി കിട്ടിയില്ലെങ്കിൽ ശരിക്കും ഇപ്പോഴും ഞാനൊരു അൺഎംപ്ലോയ്ഡായിട്ട് അവിടെ നിൽക്കേണ്ട വന്നേനെ. വെച്ചാൽ അതാണ് അവിടുത്തെ അവസ്ഥ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ആളുകളും കൂടുതലാണ്. അപ്പം നമുക്ക് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പം ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട് തന്നെ അതവിടെ ലഭിക്കുന്നതല്ല. നമുക്കൊരു കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇപ്പം എനിക്ക് ഈ ഒരു പോയിന്റിൽ കറക്റ്റ് നാട്ടിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ആ ജോലി തന്ന് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറിയ ഉടനെ ഒരു ലീവൊക്കെ തന്ന് എല്ലാം എനിക്ക് ക്രമീകരിച്ച് തന്നു മാതാവ്. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമും ഉള്ള ഒരു ജോലിയാണ്. എല്ലാം എനിക്ക് മാതാവ് ക്രമീകരിച്ച് തന്നു. ഒരുപാട് നന്ദി കൃപാസന മാതാവിനും യേശുകുമാരനും ഞാൻ പറയുന്നു. ആത്മീയ ജീവിതത്തെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പള്ളി അവിടെ നിന്നൊരു കുറച്ച് ദൂരെയാണ്. ഇപ്പോൾ ഞാൻ മിക്കപ്പോഴും വൈകുന്നേരങ്ങളിൽ പോകാറുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എക്സ്പെഷ്യലി ഞാൻ മുടക്കാറില്ല. പിന്നെ ഞായറാഴ്ചയും പോവും. പിന്നെ രാവിലെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇംഗ്ലീഷ് പള്ളിയിൽ പോവും. എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഇപ്പം ജോലിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കും അന്നത്തെ ദിവസം. എന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച ഇച്ചിരി നേരത്തെ ലോഗ് ഓഫ് ചെയ്തിറങ്ങി ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. കുമ്പസാരം പള്ളിയിൽ അവിടെ മാസത്തിലൊരിക്കലെങ്കിലും അച്ഛനുള്ളപ്പോഴൊക്കെയും ഞാൻ ശ്രമിക്കാറുണ്ട് കുമ്പസാരിക്കാൻ. അല്ലാത്തപ്പം അവിടെ തിരക്കും, അച്ഛൻ്റെ അടുത്ത് തിരക്കി. അപ്പോൾ അച്ഛൻ പറയും ഏതൊക്കെ ആഴ്ചകളിലാണ്. അങ്ങനെ ആ പ്രത്യേക ദിവസങ്ങളിൽ എനിക്ക് എന്താ പറയുന്നത് വെച്ചാൽ എനിക്ക് പള്ളിയിൽ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ഭയങ്കര ഒരു സന്തോഷം, ഒരു കാംനെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി പ്രത്യേകം ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ അവിടെ എത്തും. എങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പം വൈകുന്നേരം വർക്ക് ഫ്രം ഹോം അതാണ് ക്രമീകരിച്ച് ദൈവം തന്നതാണ്. എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അനുവദിച്ച് തന്നു. അല്ലാത്തപ്പോൾ ഇംഗ്ലീഷ് പള്ളിയിലാണെങ്കിലും രാവിലെ പോയി പറ്റുന്ന പോലൊക്കെ ഞാൻ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 വചനമാണ്. ജീവിതത്തിലെ വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളുമെല്ലാം നാം ഒറ്റയ്ക്ക് വഹിക്കേണ്ടവരല്ല. കാരണം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവം തന്നെ അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉടമ്പടി മക്കൾ കുലുങ്ങുവാനോ തകരുവാനോ ഈശോയും അമ്മയും ഒരിക്കലും നമ്മെ അനുവദിക്കില്ല. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, ഭാവി കാര്യങ്ങൾ, ജോലി പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകളെല്ലാം നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാരങ്ങളെല്ലാം
ഉടമ്പടിയിലൂടെ നാം ദൈവത്തെ ഏൽപ്പിക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കുറപ്പുണ്ട്, കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നും സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മയെന്നുമാണ്, നമ്മെ താങ്ങി നിർത്തുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളതെന്നുമുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. അങ്ങനെയുള്ള താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സ്നേഹവും കരുതലുമാണ് സോന എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടിയിൽ നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ് നാം ഉയരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു തരുന്നത് പരിശുദ്ധ അമ്മയും ഈശോയും കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവേ, അങ്ങാണ് എൻ്റെ കൂടെയുണ്ട്, അങ്ങാണ് എൻ്റെ കൈ പിടിച്ച് നയിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് വഹിക്കാനും താങ്ങാനും കഴിയാത്ത ഭാരങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഈശോയും അമ്മയുമാണ് നമ്മെ വഹിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധമ്മ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിതവും ദൈവത്തിന് സമർപ്പിക്കാം. ഉടമ്പടി ദൈവത്തിന് പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സോനായ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലിയ, ഇതെൻ്റെ ഹസ്ബൻഡ് ബിനു. ഞങ്ങൾ ക്രൈസ്റ്റ് കിങ് ചർച്ച് ഇടവാംഗമാണ്, ബാംഗ്ലൂർ. അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായി എന്നെ ആൾക്കാരെ കൊണ്ട് നിർത്തിയതിന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2018 അന്ന് എല്ലാവരും ഉടമ്പടി എടുക്കുന്നു എന്ന രീതിയിൽ ഞാൻ എൻ്റെ സ്വന്തം വീട് ഇവിടെ ചേർത്തലയാണ്. ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കാതെയും കൂടുതൽ അറിയാതെയാണ് വന്നതിനോട് ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് B2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ആ എക്സാം ഡേറ്റ് പോലും കിട്ടുന്നില്ലായിരുന്നു. ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ഞാനിവിടെ സ്ഥലത്തില്ലാത്തിരുന്നത് കൊണ്ട് എൻ്റെ മമ്മി ഇവിടെ അച്ഛനെ കാണാനായിട്ട് വന്നു. എന്താ ഇങ്ങനെ മൊത്തം തടസ്സങ്ങളാണല്ലോ എന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു. കാര്യം എനിക്ക് ഞാൻ B2 പഠിച്ചു, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു 2 വർഷം ഞാൻ കളഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്തായി എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മുംബൈയിൽ ജോലിക്ക് കയറി. കാര്യം ഗ്യാപ്പ് ഓൾറെഡി ആയി 2 വർഷം. അപ്പോൾ എൻ്റെ മമ്മ ഇവിടെ വന്ന് അച്ഛനെ കാണാനായി ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മീൻസ് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് അതിൽ കൂടുതൽ ദേഷ്യമായി. കാര്യം ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ അന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന പോലെ ഇതിലൊന്നും ഒരു കാര്യമില്ല, വെറുതെയാണ്. ഞാൻ ആ രീതിയിൽ തന്നെ ചിന്തിച്ചു. ഞാനത് ജർമ്മൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉപേക്ഷിച്ചു, മാറ്റിവെച്ചു. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനും ജർമ്മനിലോട് താല്പര്യമില്ലായിരുന്നു. എന്നോട് പറഞ്ഞ് വേറെ ഏത് യൂറോപ്യൻ കൺട്രീസ് നോക്കിക്കോ, ജർമ്മനി നോക്കണ്ട. ഞങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെച്ചു. അങ്ങനെ 2023 എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫർ, USA ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫർ എന്നൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അവരിങ്ങോട്ടായിട്ട് നമുക്കൊരു ഓഫർ തന്നതായിരുന്നു. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി. 2 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഞങ്ങൾക്കത് കിട്ടും. കാര്യം നമ്മൾ കമ്പനി ത്രൂ പോകുന്നതാണ്. ഫാമിലി വിസ അവർ പ്രൊവൈഡ് ചെയ്യും. എനിക്ക് ഹസ്ബൻഡിനും കുഞ്ഞിനും പോകാൻ സാധിക്കും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും ഞങ്ങൾക്ക് ഭയങ്കര ഉറപ്പായിട്ട് കിട്ടുമെന്നൊരു ബോധ്യത്തിലായിരുന്നു ഞങ്ങൾക്കത്. ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി. പ്രോസസ്സിങ് നടന്നു. ഞങ്ങൾക്ക് ജൂലൈ 28 ഞങ്ങളുടെ വിസ ഇൻ്റർവ്യൂ. അറിയാവുന്ന പോലെ USA വിസ ഇൻ്റർവ്യൂ ഭയങ്കര ടഫാണ്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാര്യം ഞങ്ങൾക്കത് കിട്ടും, ഉറപ്പായും കിട്ടും എന്നൊരു ഇതിലാണ് പോയത്. പക്ഷേ ഞങ്ങൾ വിസ റിജക്റ്റായി. ഞങ്ങൾക്കത് ഭയങ്കര ഷോക്കായിരുന്നു. കാര്യം ഞങ്ങൾ ഈ 3 വർഷത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാര്യമായിരുന്നു. ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, വേറെ ഒരു എക്സാമോ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. കാര്യം ഇത് കിട്ടുമല്ലോ എന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. 3 വർഷത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തതായിരുന്നു. ഞങ്ങളുടെ വിസ റിജക്റ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. ഇനി എന്ത് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുന്നതിനിടയ്ക്ക് എൻ്റെ പള്ളിയിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു, നിൻ്റെ പോകുന്ന കാര്യമൊക്കെ എന്തായി, പോകാൻ നോക്കുന്നുണ്ടോ? പക്ഷേ ഇല്ല ചേച്ചി, ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ കറക്റ്റായിട്ടൊന്നും ആരോടും പറഞ്ഞില്ല. കാര്യം ജർമ്മനിയുടെ കാര്യം ഓൾറെഡി എല്ലാവരും അറിഞ്ഞു. എല്ലാവരുടെയും ചോദ്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി നേരിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും പേരൻസ് മാത്രം, വേറെ ആരോടും ഞങ്ങളിത് പറഞ്ഞില്ലായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പറയാമെന്ന രീതിയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. ആരോടും പറഞ്ഞില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നോക്കുന്നുണ്ട് ചേച്ചി, ഒന്നും ആയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ചേച്ചി എന്നോട് പറഞ്ഞു, എടി നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, നടക്കും. ഞാൻ 3ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കുന്നേ, നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചീനെ നോക്കിയൊന്ന് ചിരിച്ചു. കാര്യം ഞാൻ ഓൾറെഡി എനിക്കിവിടെ എക്സ്പീരിയൻസ്, ഞാനത് എൻ്റെ ഭാഗത്ത് തെറ്റായിരുന്നു എന്നാലും ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ചേച്ചി എന്ന രീതിയിൽ ഞാൻ ചേച്ചി നോക്കുന്നത് ചിരിച്ചു. പക്ഷേ വിസ റിജക്റ്റായി വന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഫസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ സംഭവമായിരുന്നു. ഞാൻ ചേച്ചിയോട് എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത്, എന്തിനാ അങ്ങനെ പറഞ്ഞേ, ഞാൻ എന്തിനാ അങ്ങനെ ചിരിച്ചേ, അത് ശരിയല്ലല്ലോ എന്ന് ഓർത്തു.
ഞാൻ യൂട്യൂബിൽ കയറി ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചു. ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു. അതുപോലെ തന്നെ ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എടുത്തു. ഞാനപ്പോൾ ഓർത്ത് ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ വെറുതെ ഉടമ്പടി എടുത്തതായിരുന്നോ ഞാനത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെയായിരുന്നു. ഉടമ്പടി എടുത്തത് കൊണ്ട് കിട്ടുമെന്നില്ലല്ലോ, നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും ചെയ്തിരുന്നില്ല. ചിലപ്പോൾ എൻ്റെ അന്നത്തെ എക്സാമിൻ്റെ ടെൻഷനും ഡേറ്റ് കിട്ടാത്തതിൻ്റെയൊക്കെ ഞാനത് മാറ്റിപ്പോയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യണമെന്ന്. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എനിക്കന്ന് ഇവിടെ നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു, 1.25 വയസ്സ്. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ, അതുപോലെ തന്നെ സഹായം ചോദിക്കുന്നവർക്കൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ അതുവരെയും ബൈബിൾ വായിക്കും, പക്ഷേ അത്രയും സമയമൊന്നും ഞാൻ സ്പെൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ നന്നായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ രാവിലെ, എനിക്ക് ബൈബിൾ വായിക്കാതെ ഇപ്പം പറ്റത്തില്ല. ഞാൻ ഏതെങ്കിലും ഒരധ്യായമെങ്കിലും, എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ, ഇപ്പം കുഞ്ഞുണ്ട് അവൾ ബഹളമാണ്, ഞാൻ ഒരധ്യായമെങ്കിലും വായിക്കാതെ ഞാൻ കിടക്കത്തില്ല. ഞാൻ ആ സമയത്ത് ഓഗസ്റ്റിൽ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞു നമുക്ക് 2ാമത് വിസ അപ്ലൈ ചെയ്യാം. അവർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നു ഞങ്ങളോട് കൂടെ. ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് 2ാമത് വിസ അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവരുടെ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായി. ഓക്കെ, ഒന്നുകൂടെ അവർ പറഞ്ഞല്ലോ, കാര്യം ഫുൾ ചിലവൊക്കെ കമ്പനിയുടെ തന്നെയാണ്. അപ്പം അവരൊന്നുകൂടെ അത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഞാനിവിടെ നവംബർ 21 വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 5:30 പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിസ ഇൻ്റർവ്യൂ, 2ാമത്തെ വിസ ഇൻ്റർവ്യൂ മാർച്ച് 24 അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ഈശോയോട് ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു നമുക്ക് ചൊവ്വാഴ്ച കിട്ടുന്നത് മാതാവിൻ്റെ ദിവസമാണ്, അത് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങളുടെ വിസ, ഞങ്ങൾ 3 പേരും, ഞങ്ങൾ കുഞ്ഞും ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും കുഞ്ഞുമായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. ബയോമെട്രിക്സും കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നടന്നു. ഇൻ്റർവ്യൂവിന് ഞങ്ങൾക്ക് അപ്രൂവായി കിട്ടി. ഞങ്ങളുടെ പാസ്പോർട്ട് കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. USA വിസ സ്റ്റാമ്പ് ചെയ്തു. ഞങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. നെക്സ്റ്റ് മന്ത് 27 ഞങ്ങൾ USA പോവാണ് ഫാമിലി ആയിട്ട്. ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് പോകണമെന്ന്. കാര്യം ഞാൻ നേഴ്സാണ്. ഒരാൾ പോയി കഴിഞ്ഞിട്ട് ഒരാൾ ഇവിടെ നിർത്തി, അല്ലെങ്കിൽ കുഞ്ഞിനെ ഇവിടെ നിർത്തി പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് ചെയ്തത്. പോവുകയാണെങ്കിൽ ഒരുമിച്ച് പോവാം, അത് ശരിയാവും എന്ന രീതിയിൽ കുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടി. മാതാവ് എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ചു തന്നൊരു അനുഗ്രഹമാണ്. ഈ ഈസ്റ്റർ വീക്കിൽ, വലിയ ആഴ്ചയിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഞങ്ങൾക്ക് ഈസ്റ്റർ സന്തോഷത്തോടെ കൂടാൻ പറ്റണേ മാതാവേ. ഞങ്ങൾക്കത് വലിയ സന്തോഷത്തോടു കൂടെ തന്നെ ഈസ്റ്റർ വീക്ക് ഞങ്ങൾക്ക് കൂടാൻ പറ്റി. ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റി. അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായി ഇവിടെ ഒന്ന് പറയാൻ പറ്റി. എൻ്റെ ഉടമ്പടിയിലെടുത്ത ആദ്യത്തെ ആഗ്രഹം ഇതായിരുന്നു. 2ാമത്തത് എൻ്റെ NCLEX-RN എക്സാമാണ്. ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ USA വർക്ക് ചെയ്യണമെങ്കിൽ NCLEX-RN എക്സാം പാസ്സാവണം. എൻ്റെ ഞങ്ങളുടെ ഫസ്റ്റ് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ NCLEX-RNൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങും സ്റ്റാർട്ടായി. കഴിഞ്ഞ ഫെബ്രുവരി USA വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾ ഏപ്രിൽ എൻ്റെ NCLEX-RNൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ടായി. അതൊരു 6 മന്ത് പ്രോസസ്സാണ്. NCLEX-RN എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം, നല്ല ടഫായിട്ടുള്ള എക്സാമാണ്. അതിൻ്റെ പ്രോസസ്സിങ്ങും 6 മന്ത് എടുക്കും. അപ്പോൾ ഞാൻ ഓർത്ത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തു, ജൂണിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, സെപ്റ്റംബർ ആകാൻ 3 മാസത്തെ ക്ലാസ് ആയിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒക്ടോബർ ആകുമ്പോൾ, മാതാവിൻ്റെ മാസമല്ലേ, ഒക്ടോബർ ആകുമ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുമിച്ച് പോകാം. ഞങ്ങളുടെ ആദ്യത്തെ വിസയുടെ അനുസരിച്ചിട്ടാണ് ഞങ്ങളിതെല്ലാം പ്ലാൻ ചെയ്തത്. എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലർ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഓൺലൈനാണെങ്കിലും റെഗുലർ ക്ലാസ്സിന് പറ്റത്തില്ലായിരുന്നു. ഞാൻ റെക്കോർഡഡ് ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത്. 3 മാസം ഞാൻ പഠിച്ചു. എൻ്റെ ഒക്ടോബറിൽ നോർമലി എനിക്ക് ATT കിട്ടേണ്ടതാണ് എക്സാമിൻ്റെ, പക്ഷേ എനിക്ക് ATT വന്നില്ല. ഞാൻ അവർക്ക് മെയിൽ അയച്ചു എനിക്ക് ATT കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു എൻ്റെ പേരിന് ഡിഫറൻസ് ഉണ്ട്, എൻ്റെ പാസ്പോർട്ടിലെ പേരല്ല എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ കിടക്കുന്നത്. കാര്യം നമ്മുടെ ഇനിഷ്യലിൽ ഫുൾ ഫോമാണ് നമ്മുടെ പാസ്പോർട്ടിൽ, ബാക്കിയെല്ലാം എൻ്റെ ഇനിഷ്യൽ മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു ലീഗൽ പ്രൂഫ് വേണമെന്ന് പറഞ്ഞു. എൻ്റെ ലീഗൽ പ്രൂഫ് ഒന്നുമില്ല. എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലായിടത്തും എൻ്റെ ഇനിഷ്യൽ മാത്രമേ ഉള്ളൂ, പേരിനൊപ്പം ഇനിഷ്യൽ മാത്രമേ ഉള്ളൂ, ഫുൾ ഫോം ഒന്നുമില്ല. പാസ്പോർട്ടിന് ചേരുന്ന ഒരു പേരിൻ്റെ ഒരു ലീഗൽ പ്രൂഫ് എൻ്റെ കയ്യിലില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ദൈവം എനിക്ക് എക്സാം എഴുതാനുള്ള ഒരു ഭാഗ്യം പോലും എനിക്കില്ലേന്ന് ഓർത്ത് പോയി. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത്, കാര്യം ഞാൻ ഓർത്ത് എനിക്കിന്ന് എക്സാം എഴുതാൻ പറ്റത്തില്ല, ഞാനിത് ഉപേക്ഷിച്ചേക്കാം.
ഞാനിത് പഠിത്തമൊക്കെ നിർത്തി. കാര്യം ഞാൻ കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ് പഠിച്ചത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്യണമായിരുന്നു. ഞാൻ പഠിത്തം നിർത്തി. എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അതായത് എനിക്കിത് ശരിയാക്കി തരണം. എനിക്ക് കാര്യം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്. എനിക്ക് അവിടെ പോയി ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് എക്സാം വേണം. ഞാൻ അവർക്ക് മെയിൽ അയച്ചു. എനിക്ക് വേറെ ലീഗൽ പ്രൂഫ് ഇല്ല, എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞ് ഞാൻ അവർക്ക് മെയിൽ അയച്ചു. അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. കാര്യം USA ഒരു ചെറിയ കാര്യം പോലും അവർ റിജക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കറിയത്തില്ല, ദൈവാനുഗ്രഹം എൻ്റെ ഈശോ തന്നതാണ് എനിക്കത്. എനിക്ക് 1 വീക്ക് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ മെയിൽ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ ATT റിലീസ് ചെയ്തു തന്നവർ. ഞാൻ November 16th എനിക്ക് ATT റിലീസായത്. അന്ന് തന്നെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. അപ്പം December 8 മാതാവിൻ്റെ പെരുന്നാളാണ്. അപ്പം ഞാൻ ഓർത്തു December 8 മാതാവിൻ്റെ പെരുന്നാളല്ല, അന്ന് ഡേറ്റ് എടുക്കാമെന്ന്. 3 വീക്സേ ഉള്ളൂ ഈ November 17 തൊട്ട് അങ്ങോട്ട്. പഠിക്കാൻ സമയമില്ല. കാര്യം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു, ടച്ച് വിട്ടു. എനിക്ക് കാര്യം ഒത്തിരി ഉണ്ട് NCLEX സാറിന് പഠിക്കാൻ. 6 മന്തോളം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ ആ എക്സാം ഒന്ന് ക്ലിയർ ചെയ്താൽ പറ്റുള്ളൂ. ഞാനൊരു 3 വീക്സ് കൊണ്ട് ഞാൻ എങ്ങനെ പഠിക്കും? അത് ഒത്തിരി ഉണ്ട്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അപ്പം പക്ഷെ ഞാൻ 8 ഡേറ്റ് നോക്കി. 8 എനിക്ക് ഡേറ്റ് കിട്ടിയില്ല. 9 നോക്കി. 9 ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു 9 എടുത്തോളാൻ പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കാശുരൂപ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ വീട് ഇവിടെ ചേർത്തലയാണ്. ഞാൻ നാട്ടിൽ എൻ്റെ കുഞ്ഞിനെ പേരൻസ് എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കയ്യിൽ കൊടുത്ത് ഞാൻ പഠിക്കാനിരുന്നു. 3 വീക്സ് കഷ്ടപ്പെട്ട് പഠിച്ചു. ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ ഇവിടെ വന്നിട്ട് അഖണ്ഡ ജപമാല ചെല്ലുമായിരുന്നു. ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ ഇവിടെ വന്നിരുന്ന് അഖണ്ഡ ജപമാല ചെല്ലുമായിരുന്നു. പരിശുദ്ധ കുർബാന കണ്ടിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഞാൻ 9 എക്സാമിന് തൊട്ട് ഒരാഴ്ചയൊക്കെ മുന്നേ ആയിട്ട് എനിക്ക് ഹൈപ്പോ ടെൻഷനായി. എനിക്ക് BP കുറഞ്ഞു പോകുന്നു. എണീക്കുമ്പോഴേ എൻ്റെ തല കറങ്ങുക. കാര്യം ഞാൻ ലാപ്ടോപ്പിലല്ലായിരുന്നു, ഫോണിലായിരുന്നു. കുഞ്ഞുള്ളതുകൊണ്ട് അവൾ ഇടയ്ക്ക് വന്ന് ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ഞാൻ ഫോണിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. എൻ്റെ BP കുറഞ്ഞു പോകുമായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ദൈവമേ ഞാൻ എങ്ങനെ എക്സാം എഴുതും? കാരണം 5 മണിക്കൂറത്തെ എക്സാമാണ്. കേസ് സ്റ്റഡിയൊക്കെ ഭയങ്കര വലുതാണ്. അപ്പം ഒരു ചേച്ചി എക്സാം എഴുതി ചേച്ചി എന്നോട് പറഞ്ഞു, ഇടി എക്സാം ഭയങ്കര ടഫായിരുന്നു, കേസ് സ്റ്റഡിയൊക്കെ essay പോലെ ആയിരുന്നു, ഒത്തിരി സ്ട്രഗിൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ? എനിക്കിങ്ങനെ BP കുറഞ്ഞു പോവാണ്, എനിക്ക് എന്നാ ചെയ്യുമെന്നായിരുന്നു. എക്സാമിൻ്റെ ഡേറ്റ് എക്സാം സെൻറ്ററിൽ ചെന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം കഴുത്തിലിട്ടുകൊണ്ടാണ് പോയത്. പാസ്പോർട്ടിൽ ഉപ്പ് വെച്ചു. അതുപോലെ തൈലം ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തൈലം ഞങ്ങൾ എല്ലാവരുടെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ എക്സാമിന് പോയപ്പോഴും ഞാൻ കുരിശ് വരച്ചിട്ടാണ് പോയത്. കൃപാസനത്തിൻ്റെ പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാര്യം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണേലും പേപ്പർ കൊടുക്കാമല്ലോ എല്ലാവർക്കും. കാര്യം ബാംഗ്ലൂരാണ്. ഞാൻ ഇവിടുത്തെ കന്നഡയിലെ പേപ്പറായിരുന്നു മേടിച്ചിട്ട് പോയത്. ഞാൻ കൊണ്ടുപോയി പേപ്പർ എൻ്റെ കൂടെ. എക്സാം സെൻറ്ററിൽ കയറിയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു, അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ പോയിരുന്ന് ജപമാല ചൊല്ലിക്കോ. ഞാൻ എക്സാം സെൻറ്ററിൽ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല ഞാൻ പോകും, ഞാൻ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലിക്കോളാം. നീ അങ്ങനെയൊക്കെ എന്തെങ്കിലും വയ്യാണ്ട് വന്നാൽ എന്നാ ചെയ്യും? ഫോണൊന്നും അലൗഡ് അല്ല അകത്ത്. ഞാനിവിടെ ഇരുന്ന് ചൊല്ലിക്കോളാം, കോൺടാക്ട് ചെയ്യാനായിട്ട് വേറെ മാർഗ്ഗമില്ലല്ലോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. കാര്യം എൻ്റെ സിറ്റുവേഷൻ അത്ര എനിക്ക് ഭയങ്കരമായിട്ട് BP ലോ ആയി പോകുമായിരുന്നു. ഞാൻ എക്സാം സെൻറ്ററിൽ കയറി എക്സാം സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ സാറിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് ഓരോ essay ക്വസ്റ്റ്യൻസും ഇല്ലായിരുന്നു. എനിക്ക് കേസ് സ്റ്റഡി ആണെങ്കിൽ കൂടി മാക്സിമം പോയൊരു 4 സെൻറ്റൻസ്, ബാക്കിയെല്ലാം എനിക്ക് കോളം തിരിച്ച് നമുക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാതെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2.5 മണിക്കൂറിനുള്ളിൽ എൻ്റെ എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 85 ക്വസ്റ്റ്യൻസിൽ. ഞാൻ ഓർത്തേമേന് ഫെയിലായുമോ? കാര്യം ഇങ്ങനെ ഇത്ര എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടാറില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അവിടെ മാതാവിൻ്റെ പള്ളിയിൽ പോയി ദിവ്യകാരുണ്യ ചാപ്പലിൽ പോയിരുന്നു. ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലി എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അത് കഴിഞ്ഞ് 48 മണിക്കൂർ നമുക്ക് റിസൾട്ട് വരും. എൻ്റെ റിസൾട്ട് വന്നില്ല. ഞാൻ ഓർത്ത് കഴിയുമ്പോൾ എന്ത് പറ്റി, എല്ലാവരുടെ റിസൾട്ട് വരാൻ തുടങ്ങി, എൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് USA ആയതുകൊണ്ടായിരിക്കും, വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ മമ്മി അവിടെ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ. മമ്മി പോകുന്ന അന്ന് ചൊവ്വാഴ്ച എൻ്റെ എക്സാം കഴിഞ്ഞു, വ്യാഴാഴ്ച മമ്മി തിരിച്ച് നാട്ടിലോട്ട് വരുവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് മമ്മി പോകുന്നതിന് മുന്നേ എങ്കിലും എനിക്ക് എൻ്റെ റിസൾട്ട് അറിഞ്ഞ് മമ്മിക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റണേന്നായിരുന്നു. ബസ് 11 മണിക്കായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, മെയിൽ വരുന്നുണ്ടോ എന്ന്. 10:30 കഴിഞ്ഞപ്പോൾ മമ്മീനെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഒരു റെഡിയാകുമ്പോഴേ ചുമ്മാ നോക്കിയപ്പോൾ ഞാൻ മെയിൽ വന്നു. അതിനിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് കിട്ടിയെന്ന രീതി തന്നെ. കാരണം എനിക്ക് വിശ്വാസമായിരുന്നു എനിക്ക് എൻ്റെ മാതാവ് തരുമെന്ന്. ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ മെയിൽ വന്നു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ഫസ്റ്റ് ചാൻസിൽ 85 ക്വസ്റ്റ്യൻസിൽ 2.5 മണിക്കൂറിൽ ഞാൻ NCLEX സാറിൻ്റെ എക്സാം പാസ്സായി. അത് 3 ആഴ്ച കൊണ്ട് പഠിച്ചെടുത്തതാണ്. അതെൻ്റെ മാതാവ് തന്നതാണ്. കാര്യം അത് ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരാൾക്ക് എനിക്കറിയത്തില്ല അങ്ങനെ സാധിക്കുമെന്ന്. 3 വീക്സ് കൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ ജപമാല ചൊല്ലി
ഞാൻ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഞാൻ തൈലം പൂശി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തു, പക്ഷെ അന്ന് ഞാൻ ഉപ്പെടുത്തപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ഒന്നും ചെല്ല, എനിക്കത് അറിയത്തില്ലായിരുന്നു. കാര്യം നമ്മളത് ആ ഒരു സീരിയസ്നെസ്, എനിക്ക് നേഴ്സിംഗ് കഴിഞ്ഞ സമയമായിരുന്നു, എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ എല്ലാ വിശ്വാസത്തോടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കതിൻ്റെ അനുഗ്രഹവും കിട്ടി. നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ മാതാവ് നമ്മളെ കൈവിടത്തില്ല. ഈ സന്നിധി വെച്ച് നിന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾ എനിക്ക് 2 കാര്യങ്ങൾ സാധിച്ചു കിട്ടി. 2 കാര്യങ്ങളായിരുന്നു ഞാൻ മെയിനായിട്ട് വെച്ചത്. 2 കാര്യങ്ങളും എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്ന് എൻ്റെ മാതാവ് എനിക്ക് മേടിച്ചു തന്നു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുകയാണ്. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നവർക്കൊക്കെ ഡ്രസ്സ് നമ്മൾ പള്ളികളിൽ പറയുമ്പം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും ഡ്രസ്സെല്ലാം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ചോദിക്കുന്നവർക്കൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യുമായിരുന്നു. ആത്മീയ ജീവിതം മെയിനായിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനങ്ങനെ പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും ഈ നോയമ്പ് കാലത്താണെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പോയി പരിശുദ്ധ കുർബാന കൂടും, കുമ്പസാരിക്കും. നേരത്തെയൊക്കെ 2-3 മാസം കൂടുമ്പോഴായിരുന്നു കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, പരിശുദ്ധ കുർബാന സ്വീകരിക്കും. എൻ്റെ ഹസ്ബൻഡാണേലും എന്നെക്കാൾ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. നന്നായി ജപമാല ചൊല്ലി ഞങ്ങൾ 2 പേരും കൂടിയാണ്, ഞങ്ങൾ 3 പേരും കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകും. എപ്പോഴും പള്ളി പോയാലും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എത്തുന്നു. ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 18-ാം വചനമാണ്. നമ്മുടെ ജീവിതത്തിലെ സത്യാവസ്ഥ അറിയാം നമ്മുടെ ദൈവത്തിന്. ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ വഴികൾ ഉടമ്പടിയിലൂടെ ശരിയായ വഴിയിലൂടെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നാം ഓരോ സാക്ഷ്യങ്ങളിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശ്വാസം നൽകുന്ന ഒരു ദൈവം, കൂടെ നിൽക്കുന്ന ഒരമ്മ. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായാലും നമ്മൾ എത്രമാത്രം വിശ്വസിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ഉടമ്പടിയെപ്പറ്റി കേട്ടപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിരിച്ചിട്ടുണ്ടാവാം, വിശ്വസിച്ചില്ലായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായാലും ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ്. നമ്മളേത് വഴിയിലൂടെ സഞ്ചരിച്ചാലും നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനത്തിലെത്തുന്നവരെ ഉടമ്പടിയിലൂടെ കുറ്റപ്പെടുത്താതെ ആശ്വസിപ്പിക്കുന്ന ദൈവം പരിപാലിക്കുന്ന ഒരു സ്നേഹമാണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. നാം എത്ര ദൂരെയായാലും നമ്മെ തിരിച്ചു വിളിച്ച് ശരിയായ വഴിയിലൂടെ നമ്മെ ആശ്വസിപ്പിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം, നമ്മെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്ന ഒരമ്മ, തെറ്റുകൾ ചെയ്താലും നിരാശപ്പെടുത്താതെ നമ്മളെ സഹായിക്കുന്ന ഒരമ്മയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് നാം കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും. ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്, ലിയ ബിനു നമ്മളോട് സാക്ഷ്യപ്പെടുത്തതും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടെ ഈശോയിൽ ഉടമ്പടിയിലൂടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്കും കിടക്കാം. മനസ്സിലെ ഓരോ അവസ്ഥകളും, ബുദ്ധിമുട്ടുകളായാലും രോഗങ്ങളായാലും ജോലിയില്ലാത്ത അവസ്ഥകളായാലും എല്ലാം ഉടമ്പടിയിലൂടെ നമുക്കും നിയോഗമായി സമർപ്പിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലിയ ബിനുവിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.